ദൈവത്തിന് സ്തുതി. തൻ്റെ ജ്യേഷ്ഠ ഭാര്യയായ സീതയുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് ലക്ഷ്മണൻ അവൾക്ക് ചുറ്റും ഒരു ലക്ഷ്മണരേഖ, ഒരു ലക്ഷ്മണ വൃത്തം വരയ്ക്കുന്നുണ്ട്. രാമായണം വായിച്ചു പോകുമ്പോൾ നമ്മൾ ഈ കഥ വായിക്കും. പക്ഷേ ലക്ഷ്മണ വൃത്തത്തിൻ്റെ പുറത്ത് കിടക്കുന്ന സീതയെ രാവണൻ അപഹരിച്ചു പോവുകയാണ്. മരുഭൂമിയിൽ പരീക്ഷയിൽ കർത്താവിൻ്റെ ആത്മീയതയെ, അവൻ്റെ ആത്മസ്വത്വത്തെ തകർക്കുവാനായിട്ട് കട്ടെടുക്കുവാനായി വരുന്ന പിശാച് അവൻ പരാജയപ്പെടുന്നത് ഈശോ തൻ്റെ ഹൃദയത്തിന് ചുറ്റും ഒരു വൃത്തം വരച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാവണം. തൻ്റെ ശരികളുടെ ഒരു വൃത്തം. അപ്പവും അധികാരവും ലോക കാഴ്ചകളുമൊന്നും അവനെ മയക്കാത്തത് അവന് ചുറ്റും ഈ വൃത്തം വരച്ചിരുന്നത് കൊണ്ടാവണം. ഈശോയിൽ പ്രിയമുള്ളവരെ, നോമ്പുകാലം നമ്മളോട് ആവശ്യപ്പെടുക നമ്മുടെ ഹൃദയത്തിന് ചുറ്റും ചില വേലിക്കെട്ടുകൾ തീർക്കുവാനായിട്ടാണ്. നാം നമുക്ക് തന്നെ സൃഷ്ടിക്കുന്ന ചില അരുതലുകളും പാടില്ലായ്മകളുമൊക്കെ. ഒന്നും മോശമായതുകൊണ്ടല്ല, നമ്മുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ചില മുൻകരുതലുകൾ മാത്രമാണവ. നാം നമുക്ക് ചുറ്റും വൃത്തം വരയ്ക്കുവാനായിട്ട് അതിർവരമ്പുകൾ സൃഷ്ടിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് നമ്മുടെ മനസാക്ഷിയുടെ, സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ നിദർശനമായി മാറുമ്പോൾ അത് നമുക്ക് ജീവന കാരണമായി തീരും. ചില വൃത്തങ്ങൾ, ചില വേലിക്കെട്ടുകൾ അവ നല്ലതാണ്. അവ നമ്മെ പരിമിതപ്പെടുത്തുന്നുവെന്ന് തോന്നുമ്പോഴും നമ്മുടെ ജീവൻ്റെ സുരക്ഷ അവയിലാണ്. ആമേൻ.